ഞാൻ എന്തായാലും ചെയ്യൂടെ, നീയൊക്കെ പറയാനുള്ളത് പറയട്ടെ, ഞാൻ ചെയ്യും. ഹായ് ഗൈസ്, അപ്പം മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പം നിങ്ങളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്ര വീഡിയോസ് ഇട്ടിട്ടും വ്യൂസ് കാര്യങ്ങളും പോകുന്നില്ല, ഞാൻ നിർത്തിപ്പോയാലോ, അതായിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയൊരു ബിഗിനറാണ്, പുതിയൊരു യൂട്യൂബറാണ്. അപ്പം നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് നോക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല രീതിക്ക് വ്യൂസ് പോകുന്നുണ്ട്, നിങ്ങളെ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒരു വ്യൂസും പോകുന്നില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ചുരുങ്ങി ബാക്കിയുള്ളവരെ കളിയാക്കലുകളും, സ്വന്തക്കാരെ കളിയാക്കൽ, പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ കളിയാക്കൽ, എല്ലാവരെ കളിയാക്കലും കൂടി കാരണം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ യൂട്യൂബ് ഇട്ട് പോകുന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഇടുന്ന വീഡിയോസൊന്നും അതേപോലെ തന്നെ വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് കളഞ്ഞിട്ട് പോവാം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്കുള്ളത്. പക്ഷേ അത് നിങ്ങളത് മാറ്റി കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങൾ കളിയാക്കുന്നവർ, നിങ്ങളെ ഈ പറയുന്ന റിലേറ്റീവ് ആയാലും നിങ്ങളെ ഫ്രണ്ട്സ് ആയാലും നിങ്ങളെ കളിയാക്കുന്നവർ, കാരണം നിങ്ങളൊരു സ്റ്റാൻഡ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുള്ള സ്റ്റാൻഡ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ അപ്ലോഡും ചെയ്തു, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അതിനുള്ള എഫേർട്ട് നിങ്ങൾ എടുത്തു. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടേക്കൺ എഫേർട്ട് ആൻഡ് യു ഹാവ് അപ്ലോഡഡ് വീഡിയോ. പക്ഷേ ഈ പറഞ്ഞ ചുറ്റുമുള്ളവർ അതുപോലും ചെയ്യാത്ത ആൾക്കാരാണ്. നിങ്ങളത് മനസ്സിലാക്കുക ഫസ്റ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കളിയാക്കുന്നവർ എപ്പോഴും നിങ്ങളുടെ മുകളിൽ ഉള്ള കേമന്മാരൊന്നും അല്ല. അവർക്ക് ഇതിൻ്റെ ഒരു തുടക്കം പോലും അറിയത്തില്ല. അവർക്ക് എങ്ങനെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യണം, എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനത്തെവരാണ്, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനത്തെവരാണ് നിങ്ങളെ കളിയാക്കുന്നത്. നിങ്ങൾ ഓർമ്മ വേണം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് തോന്നിക്കണമെന്ന് വെക്കുക. അതായത് നിങ്ങളെ ബാക്കിയുള്ളവരൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചത് ഈ കളിയാക്കലൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം വെച്ചാൽ അവർ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോസിറ്റീവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കളിയാക്കുന്നവരൊക്കെ ഈ പറയുന്ന യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോ കാണാനായിട്ട് മാത്രം വരുന്നവരാണ്. അല്ലാതെ അവർ സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്ത് അവർ മറ്റുള്ളവരിലോട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. ബാക്കിയുള്ളവർ ചെയ്യുന്നത് ട്രോളാൻ വേണ്ടി വരുന്ന മാത്രം ഒരാളുകളാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനത്തെവരോട് നിങ്ങൾ കൂടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. കാരണം ഇവരെ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കളിയാക്കുന്നോ അത്രത്തോളം ഉയരങ്ങളിലോട്ട് നിങ്ങൾ പോകും. അപ്പം ഈ പറയുന്ന മാതിരി തന്നെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, എടാ നീ എങ്ങനെയാ ചെയ്തത്, എടാ നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങി, ആ ഒരു ചിന്തയിലോട്ട് നിങ്ങൾ എത്തിച്ചുകൊണ്ട് വരണം. അതായത് ആ ഒരു ലെവലിലോട്ട് ചോദ്യങ്ങളിൽ ഈ പറയുന്ന കളിയാക്കണവരെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കണം. ആ ഒരു ലെവൽ മാത്രം നിങ്ങൾ മൈൻഡ് സെറ്റ് വെച്ചേക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും, നീ കാണണമെങ്കിൽ കണ്ടാൽ മതി. ഈ ഒരു മൈൻഡ് സെറ്റോടെ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞാൻ ആയിരിക്കും തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കളിയാക്കലിലൊക്കെ ഞാൻ നേരിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യും, ഇനി ഞാൻ പോസ്റ്റ് ചെയ്യും.